കോയമ്പത്തൂരിൽ വീടിനടുത്തെ പലചരക്ക് കടയിലേക്ക് പോയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. വ്യാഴാഴ്ച കാണാതായ കുട്ടിയുടെ മൃതശരീരം വെള്ളിയാഴ്ചയാണ് പോലീസിന് കണ്ടെത്താനായത്. കൊലപാതകം നടത്തിയ 2 പേരെ പിടികൂടിയെന്നും പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും പോലീസ് അറിയിച്ചു. കുട്ടി ലൈംഗികാതിക്രമത്തിനിരയായിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. எனக்கு வந்து பிள்ளையோட நான் வாங்க மாட்டேங்க சார். பிள்ளை அந்த அளவுக்கு டார்ச்சர் பண்ணி ரொம்ப அடிச்சிருக்காங்க, ரொம்ப கொடூரமாக பண்ணியிருக்காங்க. இன்ன வரைக்கும் நான் முதலமைச்சர்ல யாருமே எனக்கு சொல்லலை. நம்ம ஆடி நான் வாங்க மாட்டேங்க சார். எனக்கு வந்து ஏதாவது நீதி தெரிஞ்சே ஆகணும். இந்த மாதிரி எந்த குழந்தைகளுக்கு இதுக்கு மேலே நடக்கக்கூடாதுங்க சார். തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന അതിക്രമങ്ങളാണ്. അതിന് സ്റ്റാലിൻ ഭരണകാലമെന്നോ വിജയ് ഭരണകാലമെന്നോ വ്യത്യാസമില്ലെന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. குழந்தைய ரொம்ப கொடூரமா சித்திரவதைப்படுத்தியிருக்காங்க சார். மூஞ்சி எல்லாம் சிதைஞ்சு கிடக்குது சார். கழுத்து எல்லாம் உடஞ்சு போய் அவங்களோட முடி லாங் ஹேர் சார் அவங்களுக்கு. ஸோ அவங்க முடியாலேயே அவங்க கழுத்தை நெரிச்சு கொண்டிருக்காங்க சார். முதுகு தண்டெல்லாம் உடஞ்சு போய் உடம்பு எல்லாமே வந்துட்டு ரொம்ப சிதறிய நிலைமையில இருக்கு சார். കോയമ്പത്തൂരിൽ വീടിന് തൊട്ടടുത്ത് പലചരക്ക് സാധനങ്ങൾ വാങ്ങാനിറങ്ങിയ 10 വയസ്സുകാരിയെ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ കാണാതാകുന്നു. കുട്ടിയെ കാണാനില്ലെന്നറിയിച്ച് വീട്ടുകാരും നാട്ടുകാരുമെല്ലാം സുലൂരിലെ പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടി. இதுக்கு முன்னால் அந்த இடத்துல நிறைய இது நடந்திருக்கு. ஒரு 3 சூசைடு, ஒரு மர்டரு, 2 பேர் கீழே விழுந்து இறந்தவங்க, ஒரு கார் போய் விழுந்திருக்கு. அந்த இடத்தையும் பாதுகாக்கிறதுக்கு உண்டான வேலையை நான் காலையில் வர சொல்லியிருக்கேன். இப்போ எல்லாம் எப்படின்னா, நீங்கள் காவல்துறை உண்டான நடவடிக்கை எடுத்திருக்காங்க, அதில் ஒன்றும் மாற்றமெல்லாம் இல்லை. அவங்களுக்கு ரொம்ப സിവിയറാக ഒരു பெரிய ടീം പോട്ട് DSP ഡയറക്ടർ അവരുടെ തലമയിലേ നടന്നിருக்கு. വെള്ളിയാഴ്ച കുട്ടിയെ കണ്ടെത്തിയതാകട്ടെ ചേതനയേറ്റ ശരീരമായി. സുലൂർ പ്രദേശത്തെ കണ്ണംപാളയം തടാകത്തിന് സമീപത്ത് നിന്നാണ് 5ാം ക്ലാസ്സുകാരിയുടെ മൃതശരീരം പോലീസ് കണ്ടെത്തിയത്. குற்றவாளி கார்த்தி சிறுமியை ஆசை வார்த்தை கூறி ஏமாற்றி அழைத்து சென்று பாலியல் வன்கொடுமை செய்து பின்னர் கண்ணம்பாளையம் குளம் அருகில் உள்ள தென்னந்தோட்டத்தில் கொலை செய்ததை ஒப்புக்கொண்டார். மேலும் நடைபெற்ற விசாரணையில் பாரதிபுரம் பள்ளப்பாளையத்தை சேர்ந்த மோகன், வயது 30, தகப்பன் பெயர் ராமசாமி என்பவர் முக்கிய குற்றவாளிக்கு உறுதுணையாக இருந்தது தெரிய வந்தது. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കാർത്തിക് എന്ന 33കാരനാണെന്ന് പോലീസ് അറിയിച്ചു. ഇയാളുടെ കൂട്ടാളിയായ മോഹൻരാജിനെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല എന്ന് കുട്ടിയുടെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും വെച്ചുപൊറുപ്പിക്കില്ലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പറഞ്ഞു. കോയമ്പത്തൂരിലുണ്ടായ ഭയാനകമായ സംഭവം അത്യധികം ദുഃഖവും ഞെട്ടലും ഉണ്ടാക്കുന്നു. ഇത്തരം മനുഷ്യത്വരഹിതവും പൊറുക്കാനാവാത്തതുമായ കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും അനുവദിക്കില്ല, അദ്ദേഹം എക്സിൽ എഴുതി. എന്നാൽ തമിഴ്നാട്ടിൽ കുറച്ചു വർഷങ്ങളായി നടന്നുവരുന്ന അത്യന്തം ഹീനമായ അതിക്രമങ്ങളുടെ തുടർച്ചയാണിതെന്നും സമൂഹത്തിനാണ് വലിയ മാറ്റമുണ്ടാകേണ്ടതെന്നുമുള്ള അഭിപ്രായങ്ങളാണ് ഇതിനകം വ്യാപകമായി ഉയരുന്നത്. 10 വയസ്സുകാരിയുടെ കൊലപാതകവും തുടരന്വേഷണവും നേരിട്ട് പരിശോധിക്കാനും പോലീസ് അന്വേഷണം വിലയിരുത്താനുമായി തമിഴ്നാട് DGP സന്ദീപ് റായ് റാത്തോഡ് കോയമ്പത്തൂരിലെത്തിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.